കോമഡി ഉത്സവം പവർഡ് ബൈ F2 ഷർട്സിൽ ഇനി മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ വരുന്നു. ബീന ചേച്ചി ആൻഡ് വൈഷ്ണവ്, ലെറ്റ്സ് വെൽക്കം. ബീന ചേച്ചി, എന്തുണ്ട് വിശേഷം? സുഖമാണോ? നല്ല വിശേഷം. ഇപ്പോഴും മറ്റേ ലേഡീസ് മിമിക്രിക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട് അല്ലേ? അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ജനുവരിയിൽ ഞങ്ങൾക്ക് 2 പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്. മോള് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടിയാണ് ഇപ്പൊ എയർപോർട്ടിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തിരിച്ചേട്ടാ പറഞ്ഞാണോ? കൊച്ച് ഏവിയേഷൻ പഠിച്ചു. 1 മാസം റിസൾട്ട് കഴിഞ്ഞ് 1 മാസം ഇരുന്നപ്പോ തന്നെ അവളുടെ ഭാഗ്യം കൊണ്ട് ജോലി കിട്ടി. എന്നാൽ അവിടെ നിന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ അയച്ചു കൊടുക്കും. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും, മോശമാണെങ്കിൽ മോശം എന്ന് പറയും. ഫ്ലൈറ്റിലാണോ അയച്ചു കൊടുക്കണത്? ഫ്ലൈറ്റിലാണോ? ഗ്രൗണ്ട് സ്റ്റാഫ് ആണല്ലോ. അതെ. വൈഷ്ണവേ, എന്തുണ്ട് വിശേഷം? ഷോസ് ഒക്കെ ഉണ്ടോ വൈഷ്ണവിന്? 1-2 വേദികൾ കിട്ടി. ആണല്ലേ, ചെയ്യുന്നുണ്ട്. ഇന്ന് ആരൊക്കെയാ വൈഷ്ണവിന്റെ ലിസ്റ്റില്? ഇന്ന് ശ്രീനിഗം, സഞ്ജു വി സാംസൺ, കമൽഹാസൻ സാറ്. കോമ്പിനേഷനേ ഇല്ലാത്ത 3 പേര്. ഓക്കെ, എന്തായാലും അതിലോട്ട് വരാം. ചേച്ചി, ആരൊക്കെ ലിസ്റ്റില്? ശ്രീ മമ്മൂട്ടി സാർ, ജോയ് മാത്യു സാർ, ലാൽ ജോസ് സാർ. എല്ലാം ശബ്ദം കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ശബ്ദങ്ങൾ തന്നെയാണ്. ഓക്കെ, വൈഷ്ണവേ നമ്പർ പറയും. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. നരേന്ദ്ര പ്രസാദ് സാർ. ട്രൈ ചെയ്യാം. 16 കൊല്ലം മുമ്പ് നെറ്റി പൊടുന്ന ചോര വീണ പൂഴിക്കട. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാൽ നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ഭാഷാണ് ഷാജി, നമ്മുടെ സാജു നവോദയ. ട്രൈ നോക്കാം ചേച്ചി. ഈ തള്ളക്ക് എന്ത് എന്താണ് അവരങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ബീഗാലന്റെ ടൂർ പോയാണത്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിട്ട് അതിരി കിടക്കുന്നു. വൈഷ്ണവ് നമ്പർ പറയും. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ജോയ് മാത്യു ഇവിടെ ലിസ്റ്റിലുണ്ട്. വരാം. വൈഷ്ണവ് ട്രൈ. ജോമേ സാറിന്റെ ആമത്തെ ഡയലോഗ് ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ജബാറെ, ബോംബിന്റെ സ്റ്റോക്ക് എങ്ങനെ? കുഴപ്പമില്ല. ഓക്കെ, ജോയ് മാത്യു ലിസ്റ്റിലുണ്ട്. കേൾക്കാം. അമ്മ എന്ന ചിത്രത്തില ഉമ്മരങ്ങിരിപ്പള്ളി വികാരിയെ പാഠം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പള്ളിക്ക് ഇപ്പോൾ എത്ര വർഷത്തെ പഴക്കമാണെങ്കിൽ പേര്. അപ്പോൾ കുർബാന കൂടാൻ പറ്റുന്ന തലക്കുമിൻ്റെ പള്ളിയുടെ മേൽ കൂടാ ഏത് നിമിഷവും നിലമൊത്താം. വിശ്വാസികളെ കുമരകരിക്കാരെ നമുക്ക് ബദൽ രക്ഷിക്കണ്ടേ? ജോയേട്ടനാണ് എന്റെ അച്ഛനായിട്ട് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ജിമ്മി വീടിന്റെ ഐശ്വര്യത്തിൽ അഭിനയിച്ചു. അത് ജോയ് മാത്യു. കലകിട്ട് നല്ല ഉഗ്രൻ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്പറും ചേച്ചിയുടെയാണ്. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. മാളാരവിന്ദൻ. അയ്യോ, ഞാനെന്ത് പറയാ. തീർന്നോ? ശരിക്കും തൂക്കി കൊല്ലുവാ വേണ്ടേ? എന്ത് വരുന്നത്? വൈഷ്ണവേ നമ്പർ ലാസ്റ്റ് നമ്പറാ. 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. പൃഥ്വിരാജ്. അടവ് പഠിപ്പിച്ച് തിരുവിയാണ് തമ്പൂരാനെ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? കുഴപ്പമില്ല. അപ്പൊ ഇനി ലാസ്റ്റ് നമ്പർ. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. പ്രചോദേട്ടൻ. മീൻചേച്ചി നന്നായിട്ടുണ്ട് കേട്ടോ. മീൻചേച്ചി ആ ഗൗരിയമ്മയുടെ വോയിസ് എടുക്കുന്ന വലിയ ഇഷ്ടമാണ്. ഈ മറുമായൊക്കെ അറിഞ്ഞിട്ട് നിന്നാ നിൽക്കുകയാണല്ലേ. തിരിച്ചടാ, 2പേരുടെയും 3 നമ്പർ കഴിഞ്ഞു. തിരിച്ചേട്ടാ സ്വാഗതം ചെയ്യാം. അപ്പോ ബീന ചേച്ചിയുടെ ലിസ്റ്റിലുള്ള ഇനി 2 പേരെയും കൂടി കേട്ടിട്ട് നമുക്ക് പോവാം അല്ലേ? മമ്മൂക്ക, ശ്രീ മമ്മൂട്ടി. കാതിൽ ചുവന്ന കല്ല് വെച്ച് കിടക്കുന്നിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിരുന്നു. ഒന്നുമല്ലായിരുന്ന അശോകരാജനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ.
സ്കൂളിൽ ഞാൻ ഉച്ചക്ക് പച്ചവെള്ളമാണ് കുടിക്കുന്നത് മനസ്സിലാക്കി എൻ്റെ നേരെ ചോറ്റുപാത്രം വെച്ച് നീട്ടിയ എൻ്റെ ബാലൻ അവൻ്റെ അച്ഛൻ അറിയാതെ മോട്ടിച്ചെടുത്ത പണവുമായി ഞങ്ങൾ സിനിമാ ടാക്സിൻ്റെ ബെഞ്ചിൽ നിന്ന് സിനിമകൾ കാണും. കടലമിഠായി വാങ്ങി കഴിക്കും. അവൻ്റെ അച്ഛൻ ഉണ്ണാൻ പോകുന്നതൊക്കെ നോക്കി അവൻ എനിക്ക് തലമുടി വെട്ടി തരുമായിരുന്നു. അപ്പോൾ ലാൽ ജോസ്. മലയാള സിനിമയിൽ പ്രഗത്ഭരായ പല സമ്പ്രദായന്മാരുണ്ടെങ്കിലും കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വരുന്നുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് എന്ന സിനിമയുടെ സെറ്റിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് 7 മാസം പ്രായമായ ഒരു പെൺകുഞ്ഞ് അതിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയം എന്ന് പറയാൻ പറ്റൂല, അവളുടെ കളിയും ചിരിയും. അപ്പോൾ സാറിനോട് പറഞ്ഞ് നീ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൊച്ചിനെ ചിരിപ്പിക്കാൻ പല കോപ്രായങ്ങളും കാണിച്ചു. പക്ഷെ അവൾ ചിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ചിരിക്കാൻ വേണ്ടി ഒരു ക്യാമറ ലെഫ്റ്റ് സൈഡിലും കരയുമ്പോൾ പിടിക്കാൻ ഒരു ക്യാമറ റൈറ്റ് സൈഡിലും വെച്ചു. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ പറഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓ വെരി ഗുഡ്. വൈഷ്ണവേ ലിസ്റ്റിലോട്ട് കിടക്കാം അല്ലേ? ആദ്യമായിട്ട് ഷൈനികത്തിന്റെ വോയിസ്, അദ്ദേഹത്തിന്റെ കുമ്പളങ്ങി നട്സിലെ ഡയലോഗ്സ്. എന്ത് പ്രശ്നമാണ് സജി? എന്താടോ കഥകളിയാ? സജി എനിക്കൊരു ചിക്കൻ ഇഷ്ടമാണ്, ഇവിടെ അടുത്തുള്ള തന്നെയാണ്. അപ്പം എനിക്ക് അവളെ കെട്ടണം. അപ്പോൾ അവൾ പറഞ്ഞെന്താ വെച്ചാൽ അവളെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നാണ്. കാരണം അവളുടെ അപ്പം മരിച്ചുപോയി. ഒന്ന് വീട്ടുകാരനായിട്ട് വെന്നം മുതലെടുക്കണേണ സജി. അടുത്തായിട്ട് സഞ്ജു വി സാംസന്റെ വോയിസ്. അദ്ദേഹത്തിന് ഇപ്പം ഇന്ത്യൻ ടീമിൽ കിട്ടി ജോസിന് ശേഷം ഒരു ഇന്റർവ്യൂ പറഞ്ഞ വോയിസ്. അങ്ങനെ നോക്കാറില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ബോൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ കളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ബോൾ നോക്കി കളിക്കുവാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും. ചുമ്മാ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. അപ്പം ചുമ്മാ ബോളിൽ നോക്കി സിമ്പിളായി കളിക്കുമെന്നുള്ളൂ. പിന്നെ ചേട്ടാ ഭയങ്കരമാണ്. കാരണം നമ്മളെ കേരള ടീമിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് കുറേ ജയിക്കാൻ പറ്റും. സന്തോഷമുണ്ട് ചേട്ടാ. ഇപ്പം 5 കൊല്ലത്തിന് ശേഷമാണ് ടീമിൽ എത്തിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. അടുത്തായിട്ട് കമൽ സാറിൻ്റെ വോയിസ്. അദ്ദേഹത്തിൻ്റെ മക്കൾ നീതിമയ്യം രാഷ്ട്രീയ പാർട്ടി സ്പീച്ച്. பெரும்பாலாக இந்தியர்கள் தங்கள் தேசிய கீதத்தை அவர்கள் மொழியில் பாடுவதில்லை, வங்காளிகளை தவிர. இருப்பினும் அது நாங்கள் சந்தோஷமாக பாடிக்கொண்டிருப்போம். காரணம் அது எழுதிய கவிகள் எல்லா கலாச்சாரத்துக்கும் எல்லா மொழிக்கும் தேவையான இடத்தையும் மதிப்பையும் அதில் கொடுத்துட்டுள்ளதினால் இந்தியா என்பது ஒரு அற்புத விருந்து. நன்றி. വൈഷ്ണവ്, ഈ റിപ്പീറ്റേഷൻ ഇല്ലാതെ പുതിയ താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമമുള്ളൂ. അതാണ് ഒരു കലാകാരനെ എന്നും നിലനിർത്തുന്നത്. ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് വൈഷ്ണവ് 100% അതിനോട് ആത്മാർത്ഥത കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷെയിൻ്റെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടാ. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ആ ശ്രമങ്ങളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ റിസ്കി ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. ഒരാൾ ചരടി കൂടി നടന്നിട്ട് അവരുടെ ഗിന്നസ് ബുക്കിൽ കയറാന്നൊക്കെ അതും ചിലപ്പം അവന് ഭ്രാന്താന്ന് മറ്റുള്ളവർ പറയും. പക്ഷേ അവൻ്റെ ആ ശ്രമം ചിലപ്പോൾ എത്തിക്കുന്നത് ഉന്നതങ്ങളിലായിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ചേച്ചി ഈ പുരുഷന്മാർ പോലും മമ്മൂട്ടിയുടെ ശബ്ദം എടുക്കാൻ പേടിക്കുന്ന സിസ്റ്റമാണല്ലോ ഉള്ളത്. ഇപ്പോൾ പ്രചോദനം ജീവിതത്തിൽ മമ്മൂട്ടിയുടെ എടുത്തിട്ടില്ല. ചേച്ചി ആ ശ്രമം നടത്തി ഒരു സ്ത്രീ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ പോയിന്റ് ചേച്ചിക്കാണ് വരുന്നത്. റെക്കോർഡാണ് തിരുത്തിയിരിക്കുന്നത്. ഒരു പരിധിയുണ്ട് ഈ നമ്മുടെ തൊണ്ടയ്ക്കുള്ള തൊണ്ടയുടെ അതാ പറഞ്ഞു ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ അറ്റംപ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് അറ്റംപ്റ്റിനുള്ള ആ ധൈര്യമാണ് ആർട്ടിസ്റ്റിന് വേണ്ടത്. എനിക്ക് ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അയ്യോ എനിക്ക് പറ്റുമെന്നുള്ളതല്ല, ഞാൻ ചെയ്താൽ ശ്രമിക്കാം. ആ ശ്രമം ചിലപ്പോൾ വിജയിക്കാം. നമുക്ക് ആ സുരേഷ് കൃഷ്ണനെ കൂടി കേൾക്കാം. ക്രിസ്റ്റി ഞാൻ പറഞ്ഞ കേൾക്ക്. ഇവൾക്ക് വേണ്ടി അച്ഛൻ എത്ര പണം വേണമെങ്കിൽ തരും, നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കൂടിക്കോ, നിനക്കും ഷെയർ തരാം, പെണ്ണും പണവും. എന്നെ കൊല്ല കഴിയുമെങ്കിൽ കൊല്ലടാ, കൊല്ല്. കഴിയില്ല നിനക്ക്. എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും. ഒന്നിനൊരു ലിമിറ്റ്സ് ഇല്ല. ഇന്നതാണ് എൻ്റെ ലിമിറ്റ്, അതില്ല എന്നുള്ള അത് ബ്രേക്ക് ചെയ്ത് ജയിച്ചാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പ്രജോട്ടാ. ബീന ചേച്ചി വൈഷ്ണവ് രണ്ടുപേരും ഗംഭീരമായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ബീന ചേച്ചിയിലേക്ക് വരികയാണ്. സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ആ ചെയ്തൊരു കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കുക. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഏറ്റവും അധികം അതിശയിച്ചു പോയി ലാൽ ജോസ് എന്ന് പറയുന്ന ഒരാളെ ഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് മമ്മൂക്ക എന്ന് പറയുന്നത് അത്രയും ബേസ് പാടാണ്, സൗണ്ട് വയ്യെങ്കിൽ അത് എടുക്കാൻ പാടാണ്. പക്ഷെ അതുപോലും വളരെ പെർഫെക്റ്റ് ആക്കി. പിന്നെ ഈ 3 സ്റ്റാർട്സ് ഇപ്പോൾ ഒരു ചേച്ചി നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കും ചിലപ്പോൾ ഗൗരിമയായിരിക്കും. കാര്യം നമുക്ക് പെർഫെക്ഷൻ ആയിട്ടുള്ളത് അതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിൽ തന്നെ എത്രാമത്തെ പ്രാവശ്യം ചേച്ചി വരുന്നത്? ഒരു 5 അല്ലെ 5ാമത്തെ 6ാമത്തെ എല്ലാം പ്രോഗ്രാം കൂടി കൂട്ടുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം എല്ലാം വരുമ്പോഴും എന്തെങ്കിലും വെറൈറ്റി സ്റ്റാറുകൾ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഞെട്ടിച്ചത് സുരേഷ് കൃഷ്ണയായിരുന്നു.
അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറുമായിട്ടാണ് അവിടെ വരുന്നത്. അത് തന്നെ ബാക്കിയുള്ളവർ കാര്യം വനിതാ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത് തന്നെ കോമഡി ഉത്സവത്തിന് തുടങ്ങിയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമാണ് ചേച്ചിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് കൂടി കാര്യം നമുക്കൊക്കെ ഒരു സ്റ്റാർ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ പേടിയില്ല, വളരെ സിമ്പിളാണെന്ന് കാണിക്കുന്ന ഒരു ഗംഭീര പ്രകടനമാണ് ചേച്ചി കാഴ്ചവെച്ചത്. ഗംഭീരമായിരുന്നു. അതുപോലെ വൈഷ്ണവ് ഈ ചേഞ്ച് ഭയങ്കര സഞ്ജു വി സാംസൺ എന്ന് പറയുന്ന ഒരാളെ അനുകരിച്ച് ഗംഭീരം. പിന്നെ അതിന് മുമ്പ് ചെയ്തതും വെറൈറ്റി ആയിരുന്നു. അതിന് മുമ്പ് ചെയ്തത് ഷൈനികം പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. കലക്കി. അപ്പൊ രണ്ടുപേരെയും ഏൽപ്പിക്കട്ടെ, ടിൻചേട്ടനെ പിടിച്ച് ഏൽപ്പിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ടിൻചേട്ടാ പറഞ്ഞോട്ടാ, നമ്മുടെ ഫുൾ 30 നിന്ന് വന്നിട്ടുള്ള കേഡറ്റ്സും സാറന്മാർക്കും ടീച്ചർമാർക്കും ഒക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉത്സവം കൊടി ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെയും കൂടി പരിചയപ്പെട്ടിട്ട് പോവാം. നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം മലയാള സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വേഷം, അദ്ദേഹത്തെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഒരു നടൻ, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാം. നമുക്ക് ജയനെ ഇവിടെ ഒന്ന് കൊണ്ടുവരാം. ഒരു ശരിക്കും പറഞ്ഞാൽ ഈ രൂപത്തിൽ നിന്ന് മാറ്റി കാണിക്കണം, എങ്കിലേ ആളിനെ മനസ്സിലാവുള്ളൂ അല്ലേ? അതെ, നിഷാദ് ഭരതന്നൂർ. അദ്ദേഹം ഒരുപാട് ഷോസ് അവിടെ ദുബായിൽ ചെയ്യുന്നുണ്ട്. അന്ന് ഹരിതചന്ദ്രയ്ക്കും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കലാസാഗറിലാണ് തുടങ്ങിയത്. അതെ, തിരുവനന്തപുരം കലാസാഗർ എന്നാണ് തുടങ്ങിയത്. അതുപോലെ 2-3 ട്രൂപ്പുകൾ വേറെ, ഹാസ്യഭാവന, സാഗരിക തുടങ്ങിയ ട്രൂപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും ദുബായിൽ നിന്ന് ഇവിടെ നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതിന് വളരെയധികം നന്ദി. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ദുബായിലെ ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്. ലുലുവിന്റെ ഷാർജ റീജിയണൽ മർച്ചൻഡൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനിടയിൽ മിമിക്രിയും കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അവിടെ ഇടയിലാണ് ഇത് കൊണ്ടുപോകുന്നതിനുള്ള അവസരം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിന് നമ്മുടെ മാനേജ്മെന്റിനോട് നന്ദി പറയുന്നു. ഇവിടെ നിന്ന് ഒരുപാട് ജയന്മാർ കയറി പോകാറുണ്ട്, പ്രോഗ്രാമിന് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്, ഷോസിനൊക്കെ. പക്ഷെ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നത്. ഒരു ജയനെ ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലേ? അതെ, ഇമ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ PV ഗംഗാരന്റെ ഫിഗറും ചെയ്യാൻ പറ്റും. KTC ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അത് ശ്രമിക്കണോട്ടാ. കാരണം പുള്ളി രജിസ്റ്റർ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. PVG മുണ്ടെടുത്ത് വരുന്ന നല്ല ഗൈഡ് കിട്ടും. പിന്നെ ഇതിന്റെ ഒരു പെർഫെക്ഷനോ ഇതൊന്നും അല്ല, ആ ഒരു സ്പിരിറ്റ് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ അതേപോലെ തന്നെ ഒരാൾ ഇരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ആ സ്പിരിറ്റ് അവിടെ കൊണ്ടുപോകുന്നു, എന്റർടൈൻ ചെയ്യിക്കുന്നു. അതിനാണ് നിഷാദിന് കൈയടി കേട്ടാ. നിഷാദ് ദുബായിലെ ആസ്ഥാന ജയനാ തോന്നുന്നു അല്ലേ? എല്ലാ പരിപാടികൾക്കും ജയൻ സാറിന്റെ ഒരു പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിഷാദ് ഞാനൊരു കാര്യം പറയാം. നിഷാദിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നിഷാദിന് ഒരുപാട് ഫിഗർ ചെയ്യാൻ കേട്ടോ. ഒരു ഫിഗർ മാത്രമല്ല, ശ്രമിച്ചാൽ ഒരുപാട് ഫിഗർ ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രമേനോൻ സാറ്, അതുപോലെ MN നമ്പ്യാർ സാറ്, ദിലീപേട്ടന്റെ കുഞ്ഞിക്കുനൻ, ഓ അത് ശരി, അതുപോലെ ജഗദീഷ് ശ്രീകുമാർ സാറ്, അങ്ങനെ കുറെ ചെയ്യുന്നുണ്ട്. ഓ ശരി. അപ്പൊ ഞാൻ തീർച്ചയായും സാർ, തീർച്ചയായും അല്ല ഗംഭീരമായിരുന്നു കേട്ടോ. ഇനി പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ഒരാൾ വന്ന് ഇവിടെ, പിന്നെ നമുക്കൊരു ജോലിയുണ്ട്, അതിനിടയ്ക്ക് ഇങ്ങനെ സമയം കണ്ടെത്തി അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കാണ് ആദ്യം കൈയ്യടി കൊടുക്കേണ്ടത്. അങ്ങനെ ജോലിയുള്ള മേഖലയിൽ നിന്ന് ഒരാൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഇതിനു വേണ്ടി നമ്മുടെ RD എനിക്ക് ഇതിനു മുമ്പായിട്ട് ഒരു 5 ദിവസം ലീവ് വന്നു. സെലക്ഷൻ ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ലീവ് വരണമെന്ന് പറഞ്ഞ്. ഒരു ജയൻ 5 ദിവസം കിട്ടിയെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫിന് മൊത്തം ലീവ് എടുക്കുക. നൗഷാദ് സാറ് ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്റെ പേര് നീ പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറയാന്ന് പറഞ്ഞു. ആരാണ്? നൗഷാദ് അലി സാർ, RD ഷാർജ RD. അപ്പൊ ആ സാറിനോട് ഹായ് പറഞ്ഞേക്ക്. താങ്ക് യു. ഓക്കെ, ഉറപ്പായും. അപ്പോൾ വന്നതിന്
ഇവിടെ വന്ന് പെർഫോം ചെയ്തതിന് പ്രത്യേകമായിട്ട് നന്ദി. RD സാറിനും പ്രത്യേകമായിട്ട് നന്ദി. അതുപോലെ താങ്ക് യു. താങ്ക്സ് അല്ലോ. അപ്പൊ ഇന്നത്തെ ഉത്സവം നമ്മൾ കൊടിയിറക്കാണ്. അടുത്ത ഉത്സവത്തിൽ കാണും വരെ രഞ്ജേട്ടാ, പ്രജോട്ടാ, എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.